സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിലുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള അവരുടെ വ്യത്യസ്തങ്ങളായ സമീപനങ്ങളെ സംബന്ധിച്ചുമെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി 51-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَى بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ عَرِيضٍ. وَإِذَا أَنْعَمْنَا അൻഅമ എന്ന് പറഞ്ഞാൽ നിഅമത്ത് ചെയ്യുന്നതിന്, അനുഗ്രഹം ചെയ്യുന്നതിനാണ് അൻഅമ എന്ന് പറയുന്നത്. അൻഅമ യുൻഇമു ഇൻആമൻ. വഇദാ അൻഅംനാ അലൽ ഇൻസാനി, മനുഷ്യരുടെ മേൽ അതല്ലെങ്കിൽ മനുഷ്യൻ്റെ മേൽ നാം ഒരു നിഅമത്ത് ചെയ്താൽ, ഒരു അനുഗ്രഹം ചെയ്താൽ, അഅറദ അവൻ പിന്തിരിഞ്ഞു കളയുന്നു. അഅറദ യുഅരിദു ഇഅറാദൻ. അഅറദ എന്ന് പറഞ്ഞാൽ പിന്തിരിയുക. വനആ ബിജാനിബിഹി, ജാനിബ് എന്ന് പറഞ്ഞാൽ പാർശ്വം. നആ എന്ന് പറഞ്ഞാൽ നആ യൻആ നഇയൻ, തൻ്റേതായ പാട്ടിന് പോവുക, അവഗണിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു പോവുക, അതിനൊക്കെയാണ് നആ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വനആ ബി ജാനിബിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ പാട്ടിന് പോയി കളയുക, തനിക്ക് തോന്നിയതുപോലെ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുക, അതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കൊരു നിഅമത്ത് ലഭിച്ചാൽ, ഒരു അനുഗ്രഹം ലഭിച്ചാൽ, അവർ അവരുടെ പാട്ടിന് പോവുകയും അവഗണിക്കുകയും പിന്തിരിഞ്ഞ് കളയുകയും ചെയ്യുന്നു. വഇദാ മസ്സഹു ശർറു, എന്നാൽ അവർക്ക് ഒരു ഉപദ്രവം ബാധിച്ചാലോ, മസ്സ യമസ്സു മസ്സൻ, ബാധിക്കുക, അശ്ശർറു ഒരു ഉപദ്രവം ബാധിച്ചാലോ, ഫദു അപ്പോൾ അവൻ ആയിത്തീരുന്നു ദുആഇൻ. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുള്ളവൻ, ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. അരീദ് എന്ന് പറഞ്ഞാൽ കസീർ, ധാരാളമായി പ്രാർത്ഥിക്കുന്നവനായിത്തീരുന്നു. അറുദ യഅറുദു ഇറദൻ വഅർദൻ വഅറാദ എന്നൊക്കെ പറഞ്ഞാൽ ധാരാളമായി ഉണ്ടാവുക, വീതിയും വിശാലതയും ഉണ്ടാവുക, ദൈർഘ്യമുണ്ടാവുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഫദു ദുആഇന അരീദ് എന്ന് പറഞ്ഞാൽ ഐ കസീറു ദുആ, ധാരാളം പ്രാർത്ഥിക്കുന്നവനായി മനുഷ്യൻ മാറുന്നു. അപ്പോൾ ഇതാണ് 51-ാമത്തെ ആയത്തിൽ പറയുന്നത്. കഴിഞ്ഞ ചില വചനങ്ങളിൽ നമ്മൾ പറഞ്ഞു, മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ, ആ നന്മകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒരു മടിയുമില്ലാതെ, അലസതയില്ലാതെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവർക്കൊരു ഉപദ്രവം ബാധിച്ചാലോ, ഫയഊസുൻ ഖനൂത്ത്, അവർ നിരാശപ്പെട്ടു പോവുകയാണ്, ആശയറ്റു പോവുകയാണ്. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, മനുഷ്യർക്കൊരു റഹ്മത്ത് നാം നൽകിയാൽ അവർ പറയും ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങളിതിന് അർഹത ഉള്ളവരാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കും. അത് മനുഷ്യൻ്റെ മറ്റൊരു സ്വഭാവമാണ്. ഇനി മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ തന്നെ എനിക്കവിടെയും നന്മയായിരിക്കുമെന്നവൻ പറയും. ഇങ്ങനെയുള്ള ചില സ്വഭാവക്കാർ. ഇനി മറ്റൊരു സ്വഭാവമാണ് ഇവിടെ പറഞ്ഞത്. ചില ആളുകളുണ്ട്, വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുന്നു. എന്നാൽ നിഅമത്തുകൾ ലഭിക്കുമ്പോഴോ അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യുന്നു. അത്തരം ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വഇദാ അൻഅംനാ അലൽ ഇൻസാനി, മനുഷ്യർക്ക് നാം ഒരു അനുഗ്രഹം ചെയ്താൽ, അഅറദ അവർ പിന്തിരിഞ്ഞ് കളയുന്നു, വനആ ബി ജാനിബിഹി തൻ്റെ പാട്ടിന് പോവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നന്ദി കാണിക്കാതെ, ആ നിഅമത്ത് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാതെ, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാതെ, ആ നിഅമത്ത് നൽകിയ അള്ളാഹുവിന് ഒരു പരിഗണനയും നൽകാതെ
തൻ്റേതായ പാട്ടിന് പിന്തിരിഞ്ഞ് കളയുന്ന ആളുകൾ. എന്നാൽ വഇദാ മസ്സഹു ശർറു, ഒരു ഉപദ്രവം ബാധിച്ചാലോ, ഫദൂ ദുആഇൻ അരീദ്, പിന്നെ വലിയ പ്രാർത്ഥനക്കാരനായി മാറി. പിന്നെ കൃത്യമായി നമസ്കരിക്കുന്നു, ധാരാളം ദുആ ചെയ്യുന്നു, നേർച്ചയാക്കുന്നു, പലരെയും സഹായിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്താണത്? താനിപ്പോൾ ഒരു പ്രയാസത്തിലാണ്, അത് നീങ്ങിക്കിട്ടണം. എന്നാൽ പ്രയാസം മാറി അനുഗ്രഹം വന്നാലോ പിന്നെ നമസ്കാരമില്ല, പ്രാർത്ഥനയില്ല, നന്മകളില്ല. മറിച്ച് അള്ളാഹു നൽകിയ ആ നിഅമത്തിനെ അയാൾ ദുരുപയോഗം ചെയ്യുന്നു. ഇത്തരം ആളുകളെക്കുറിച്ചാണ് 51-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചില സ്വഭാവക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ. മനുഷ്യർക്കൊരു ഉപദ്രവം ബാധിച്ചാൽ അവർ കിടന്നുകൊണ്ടും നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും എല്ലാം അവർ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പ്രയാസം ബാധിച്ചാൽ പിന്നെ പ്രാർത്ഥനയോട് പ്രാർത്ഥന. എന്നാൽ ഫലമ്മാ കശഫ്ന അൻഹു ദുർറഹു, അവൻ്റെ ആ പ്രയാസം നാം നീക്കിക്കൊടുത്താലോ, മർറക അല്ലം യദ്ഉന ഇലാ ദുർരിൻ മസ്സഹു, തനിക്ക് ബാധിച്ച ആ വിഷമം നീങ്ങാൻ അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന രൂപത്തിലാണ് അവൻ നടന്നു നീങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ അവന് അള്ളാഹുവിനെയും ഓർമ്മയില്ല, പ്രാർത്ഥനയും ഓർമ്മയില്ല, ഇബാദാത്തുകളും ഓർമ്മയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ ആശയമാണ് 51-ാമത്തെ ആയത്തിലും കാണുന്നത്. ഇതിൽ നമുക്കുള്ള ഗുണപാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യം അത്ഭുതമാണ്. എന്താണത്? ഇദാ അസാബതുഹു ദർറ, അവനൊരു ഉപദ്രവം ബാധിച്ചാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറുല്ലഹ്, അതവന് ഖൈറാണ്. എന്നാൽ അവനൊരു സറ ബാധിച്ചാലോ, വൈൻ അസാബതുഹു സറ ശക്കറ, അവൻ നന്ദി കാണിക്കും. ഇതായിരിക്കണം നമ്മുടെ അവസ്ഥ. പ്രതിസന്ധികളിൽ ക്ഷമ അവലംബിക്കുക, നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അതിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. എന്നാൽ പ്രതിസന്ധികളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുകയും നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യുന്ന ധിക്കാരികളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പാടില്ല. അപ്പോൾ സൂറത്തു ഫുസ്സിലത്തിലെ 51-ാമത്തെ ആയത്ത് വളരെ വലിയ പാഠം നൽകുന്ന ആയത്താണ്. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനഅ ബിജാനിബി, മനുഷ്യർക്കൊരു നിഅമത്ത് നാം നൽകിയാൽ അവർ അവഗണിക്കുകയും തൻ്റെ പാട്ടിന് തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. വഇദാ മസ്സഹു ശർറു, അവനൊരു ഉപദ്രവം ബാധിച്ചാൽ ഫദൂ ദുആഇൻ അരീദ്, അവന് വലിയ പ്രാർത്ഥനക്കാരനായിത്തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ, നിനക്ക് സൗഭാഗ്യമുണ്ടാകുമ്പോൾ നീ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, എങ്കിൽ പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു നിന്നെ സഹായിക്കും. എന്നാൽ സൗഭാഗ്യമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ ഫഅന്നാ യുസ്തജാബു ലഹു, അത്തരം ആളുകൾക്ക് എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ്? അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉള്ളപ്പോൾ മാത്രമല്ല, സന്തോഷമുള്ള സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാനും അവന് നന്ദി കാണിക്കാനും അവന് ഇബാദത്ത് ചെയ്യുവാനും സത്യവിശ്വാസികൾ സന്നദ്ധമാവേണ്ടതുണ്ട്. ഇനി 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്ന് നോക്കാം. ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി ثم كفرتم به من أضل ممن هو في شقاق بعيد. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഖുൽ, നബിയെ പറയുക, ജനങ്ങളോട് പറയുക, മക്കയിലെ ബഹുദൈവാരാധകരോട് പറയുക. അറഅയ്തും, നിങ്ങൾ കണ്ടുവോ? റഅ യറാ റുയതൻ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, അഥവാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിക്കുന്നില്ലേ? ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാവുകയും, ഇൻ കാന അത് ആയിത്തീർന്നാൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ മിൻ ഇൻദില്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാവുകയും, സുമ്മ കഫർതും ബിഹി നിങ്ങൾ അതിനോട് നിഷേധം കാണിക്കുകയും ചെയ്താൽ, കഫറ യക്ഫുറു കുഫറ സുമ്മ കഫർതും ബിഹി നിങ്ങൾ ഖുർആനിനെ നിഷേധിക്കുകയും ചെയ്താൽ, മൻ അദല്ലു ഏറ്റവും വലിയ വഴിപിഴച്ചവൻ പിന്നെ വേറെ ആരാണുള്ളത്? മിമ്മൻ ഹുവ ഒരുവനേക്കാൾ, ഫീ ഷിഖാഖിൻ ബഈദ് അവൻ വിദൂരമായ കക്ഷി മാത്സര്യത്തിലാകുന്നു. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ കക്ഷിത്വം, സത്യത്തിൽ നിന്നും മറ്റും മാറി നിന്നുകൊണ്ട്
തൻ്റേതായ താല്പര്യത്തിന് വേണ്ടി മാറി നിൽക്കുന്ന അവസ്ഥ, അതിനാണ് ഷിഖാഖ് എന്ന് പറയുന്നത്. ബഈദ്, വിദൂരമായ കക്ഷി മാത്സര്യത്തിലാകുന്നു അത്തരം ആളുകൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് ധാരാളം തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിനെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അവൻ വ്യക്തമായ കക്ഷി മാത്സര്യത്തിലും കക്ഷിത്വത്തിലുമാണ്, അവൻ വിദൂരമായ വഴികേടിലുമാകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഖുൽ, നബിയെ ജനങ്ങളോട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിക്കുക, അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതായിരിക്കുകയും സുമ്മ കഫർതും ബിഹി, എന്നിട്ട് നിങ്ങൾ അതിനോട് നിഷേധം കാണിക്കുകയും ചെയ്താൽ, മൻ അദല്ലു മിമ്മൻ ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, വ്യക്തമായ ഈ ഒരു കക്ഷി മാത്സര്യത്തിൽപ്പെട്ട ആളുകളെക്കാൾ വഴിപിഴച്ചവൻ പിന്നെ വേറെ ആരാണ് ഉള്ളത്? ഇതും വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് 52-ാമത്തെ ആയത്തിലുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിശ്വാസികളോട് മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ അവിശ്വാസികളോടും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഖുൽ എന്ന ആ പ്രഖ്യാപനം എല്ലാ വിശ്വാസികളും മറ്റുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഖുൽ, നബിയെ ചോദിക്കുക, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാവുകയും, കാരണം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം തെളിവുകൾ പറയുന്നുണ്ട്. ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നതിന്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണത്തിൽ ഒരു സംശയവും വേണ്ട, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാകുന്നു. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള ഒന്നാമത്തെ തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തു നിസായിലെ 82-ാമത്തെ ആയത്തിൽ കാണാം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്ന് അല്ലായിരുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഖുർആനിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താം. കാരണം മനുഷ്യരുടെ വാക്കുകളിൽ വൈരുദ്ധ്യമുണ്ടാകും. രാവിലെ പറഞ്ഞതുപോലും വൈകുന്നേരം മാറ്റി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ വർഷം പറഞ്ഞത് അടുത്ത വർഷം മാറ്റി പറഞ്ഞേക്കാം. മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യങ്ങളും കണ്ടെത്തുക സാധ്യമല്ല. ഇതൊരു വെല്ലുവിളിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 14ാം നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. ഖുർആനിൻ്റെ ആദർശത്തിൽ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. ഖുർആനിൻ്റെ ധാർമ്മികതയിൽ വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. ഖുർആനിൻ്റെ ചരിത്ര പരാമർശങ്ങളിൽ വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. ഖുർആനിൻ്റെ ശാസ്ത്ര പരാമർശങ്ങളിൽ വൈരുദ്ധ്യം കാണാൻ കഴിയില്ല. ഏത് നിലക്ക് നോക്കിയാലും, അത് ഭാഷാടിസ്ഥാനത്തിൽ നോക്കിയാലും ശരി, ചരിത്രപരമായി നോക്കിയാലും ശരി, വിശ്വാസമേഖല നോക്കിയാലും ശരി, കർമാനുഷ്ഠാനം നോക്കിയാലും ശരി, ഏത് വിഷയമെടുത്താലും ശരി, പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധം, അതല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം, മനുഷ്യർക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരിക്കലും പരിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതായിരിക്കെ നിങ്ങൾ ഇതിനോട് നിഷേധം കാണിച്ചാൽ പിന്നെ അതിനേക്കാൾ വലിയ വഴിപിഴവ് വേറെ എന്താണുള്ളത്? രണ്ടാമത്തെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ. സൂറത്തുൽ ബഖറയിൽ കാണാം, ഇൻ കുൻതും ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ എൻ്റെ അടിമക്ക് ഞാൻ അവതരിപ്പിച്ചു കൊടുത്ത ഖുർആനിൻ്റെ കാര്യത്തിൽ, ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, ഖുർആനിലുള്ളതുപോലൊരു സൂറത്ത് എന്നാൽ നിങ്ങൾ കൊണ്ടുവരൂ. ഇത് മനുഷ്യർക്കുണ്ടാക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ ഇതേപോലൊരു അധ്യായം, ഒരധ്യായമെങ്കിലും കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 14ാം നൂറ്റാണ്ടായി ഇതുവരെ ഒരാൾക്കും അങ്ങനെ ഒരു അധ്യായം കൊണ്ടുവരിക സാധ്യമായിട്ടില്ല. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് ധാരാളം തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വ്യർത്ഥമായതൊന്നും ഈ ഗ്രന്ഥത്തിൽ കടന്നുകൂടുകയില്ല. കാരണം തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. വ്യർത്ഥമായ ഒരു വർത്തമാനവും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. മാത്രമല്ല, ഈ ഖുർആൻ നിങ്ങൾ ഓതിത്തരുന്ന വ്യക്തിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല എന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ലർതാബൽ മുബ്തിലൂൻ, താങ്കളുടെ വലത് കൈകൊണ്ട് താങ്കൾ എഴുതുകയോ
ഏതെങ്കിലും പുസ്തകങ്ങൾ താങ്കൾ വായിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ സംശയിക്കുന്നവർക്ക് സംശയിക്കാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. എന്നിരിക്കെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർവ്വവേദങ്ങളിലുള്ള സത്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി? അതേപോലെ തന്നെ ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ പോലും കണ്ടുപിടിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും എങ്ങനെ പരിശുദ്ധ ഖുർആനിൽ വന്നു? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ, വൈരുദ്ധ്യങ്ങളില്ലാത്ത നിലക്ക് ഖുർആനിലെ വചനങ്ങളെ, അധ്യായങ്ങളെ ക്രോഡീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ സാധിച്ചു? അതിൻ്റെ എല്ലാം ഉത്തരം ഇതൊന്നും നബിയുടേതല്ല, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ വേറെയും ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി വകഫർതും ബിഹി, ഈ വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതിന് ധാരാളം തെളിവുകളുമുണ്ട്. എന്നിട്ടും വകഫർതും ബിഹി, നിങ്ങൾ അതിനെ കളവാക്കുകയാണെങ്കിൽ, മൻ അദല്ലു, പിന്നെ വഴിപിഴച്ചവൻ വേറെ ആരാണുള്ളത്? മിമ്മൻ ഹുവ, ഒരുവനേക്കാൾ ഫീ ഷിഖാഖിൻ ബഈദ്, അവൻ വിദൂരമായ കക്ഷി മാത്സര്യത്തിലാകുന്നു, കക്ഷിത്വത്തിലാകുന്നു അങ്ങനെയുള്ള ആളുകൾ. ശേഷം 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് أولم يكف بربك أنه على كل شيء شهيد. സനുരീഹിം, നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അറായുരി, ഇറാഅ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക. സനുരീഹിം, നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, അടയാളങ്ങൾ. എവിടെ? ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിൽ. ഉഫഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങൾ, അല്ലെങ്കിൽ ആകാശലോകങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ചുറ്റിലും. വഫി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ. വഫി അൻഫുസിഹിം, നഫ്സിൻ്റെ ജംആണ് അൻഫുസ്. അവരിൽ നിന്ന് തന്നെയുള്ള തെളിവുകളും. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമാകുന്നത് വരെ. തബയ്യന യതബയ്യനു എന്ന് പറഞ്ഞാൽ വ്യക്തമാവുക. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമാകുന്നത് വരെ. അന്നഹുൽ ഹഖ്, തീർച്ചയായും ഈ ഖുർആൻ അത് പഠിപ്പിക്കുന്നത് എന്താണോ അത് സത്യമാണ്. അത് സത്യമാണ്. ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ, അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. അവലം യക്ഫി ബിറബ്ബിക്, നിന്റെ രക്ഷിതാവിനെ കൊണ്ട് തന്നെ മതിയായിട്ടില്ലേ? കഫാ യക്ഫി എന്ന് പറഞ്ഞാൽ മതിയാവുക. കഫാ യക്ഫി കിഫായ. അവലം യക്ഫി ബിറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെ മതിയായവനാണ്, അല്ലെങ്കിൽ അത് തന്നെ മതിയാകുന്നതാണ്. ഏത് കാര്യത്തിൽ? അന്നഹു, തീർച്ചയായും അവൻ, അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും ഷഹീദാണ്, അഥവാ സാക്ഷിയാണ്, ഷഹാദ വഹിക്കുന്നവനാണ്. അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയാകുന്നു എന്നത് തന്നെ മതിയായതല്ലേ? അപ്പോൾ തൊട്ടു മുമ്പുള്ള വചനത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ സത്യതയെക്കുറിച്ചും അതിനെ നിഷേധിക്കുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചും അവർ വമ്പിച്ച കക്ഷി മാത്സര്യത്തിലാണ് എന്നും പറഞ്ഞു. ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനും ഇസ്ലാമും മുഹമ്മദ് നബിയുമെല്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ അള്ളാഹു ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അതാണ് സനുരീഹിം, നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ആയാത്തിന, നമ്മുടെ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിലും. വഫി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയും. ഹത്താ യതബയ്യന ലഹും, അവർക്ക് വ്യക്തമാകുന്നതുവരെ. അന്നഹുൽ ഹഖ്, ഇതാകുന്നു സത്യമെന്ന്. ഇവിടെ ഈ പറയുന്ന ആയാത്തുകൾ ഏതൊക്കെയാണ്? മുഫസ്സിരീങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളെല്ലാം സത്യമായി പുലരുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം വിജയിക്കും, ഇന്ന രാജ്യങ്ങൾ അത് കീഴടക്കും, ആ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലാകും, ഇന്ന ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കും, അതല്ലെങ്കിൽ അടുത്ത വർഷം ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു. ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ, മറ്റു ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം. എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നത്, ഏതെല്ലാം സാമ്രാജ്യങ്ങൾ കീഴടക്കപ്പെടും, മുസ്ലിമീങ്ങളുടെ ആ ജൈത്രയാത്ര എവിടെയെല്ലാം എത്തും, ഇസ്ലാം എവിടെയെല്ലാം വ്യാപിക്കും, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രപരമായി തന്നെ പറഞ്ഞ വിഷയങ്ങൾ, അതെല്ലാം സത്യമായി അവർക്ക് ബോധ്യപ്പെട്ടു.
അതിനുശേഷം വരുന്ന ആളുകൾക്ക് അന്നും ഇന്നും അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അന്ത്യസമയത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ, അതിൽ മഹാഭൂരിപക്ഷവും വന്നു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളതിനെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞത് ആ കൃത്യമായ പദപ്രയോഗങ്ങൾ പോലും ക്ലിയറായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അത് ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും ബോധ്യപ്പെടുമ്പോഴൊക്കെ പ്രവാചകൻ്റെ സത്യതയ്ക്കുള്ള തെളിവാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലുള്ള ശാസ്ത്രീയ പരാമർശങ്ങൾ അക്കാലഘട്ടത്തിലെ ആളുകൾക്ക് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയാത്ത ധാരാളം വിഷയങ്ങൾ, സമീപകാല സംഭവങ്ങളൊക്കെ നമുക്കത് സൂചിപ്പിച്ചു തരുന്നതാണ്. ധാരാളം വിഷയങ്ങൾ അതെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ധാർമ്മികതയുടെ സത്യത, അതിൻ്റെ പ്രായോഗികത, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ് ശരി. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ, ഇസ്ലാമിലെ മറ്റു നിയമങ്ങൾ, രാഷ്ട്രരംഗത്തുള്ള നിയമങ്ങൾ, കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാംസ്കാരിക മേഖലകളിലുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അതാണ് ശരി, അതാണ് പ്രായോഗികമെന്ന് വിവരമുള്ള ആളുകൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത, ഇസ്ലാമിൻ്റെ നന്മ, ഇസ്ലാമിൻ്റെ മഹിമ, ഇസ്ലാമിൻ്റെ മേന്മ ഇതര മതങ്ങളുമായി അതിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാവുക. ഇതര വേദങ്ങളുമായി, വേദങ്ങളെന്നറിയപ്പെടുന്ന ഇതര വേദങ്ങളുമായി ഖുർആനിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ, ആകാശലോകങ്ങളിലെ അത്ഭുതം, ജൈവലോകങ്ങളിലെ അത്ഭുതങ്ങൾ, സമുദ്രങ്ങളിലെ അത്ഭുതങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാപരമായ അത്ഭുതങ്ങൾ, ചരിത്രം പരാമർശിക്കുന്നിടത്ത് ഖുർആൻ ഉപയോഗിക്കുന്ന കൃത്യത, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അതെല്ലാം ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം നബിയുടെ കാലഘട്ടത്തിൽ ചിലത്, നബിയുടെ കാലത്തിന് ശേഷം പിന്നീട് ലോകാവസാനം വരെ അത്തരം ദൃഷ്ടാന്തങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതും ഒരു തെളിവാണ്. ഈ ആയത്തും ഒരു തെളിവാണ്. വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതും സത്യമായി പുലർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ നാം ചക്രവാളങ്ങളിൽ അവർക്ക് കാണിച്ചു കൊടുക്കും. വഫി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയും കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും, അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അന്നഹുൽ ഹഖ്, ഇതാകുന്നു സത്യമെന്നത്. അതിലേറ്റവും അവസാനം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അതിൽ പെടും. അതിൽ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരിൽ മഹാഭൂരിപക്ഷവും വിശ്വസിക്കാൻ തയ്യാറാവും. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ്, അങ്ങനെയുള്ളത്. അതിൽ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കും. എന്നാൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസം സ്വീകരിക്കുകയില്ല. ഇങ്ങനെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന അടയാളങ്ങളൊക്കെ ഇനിയും വരാനിരിക്കുന്നു. അവലം യക്ഫി ബിറബ്ബിക, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് മതിയായവനാണ്. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അവൻ എല്ലാറ്റിനും സാക്ഷിയാണ്. എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. എല്ലാവരുടെ പ്രവർത്തനവും അല്ലാഹു കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാറ്റിനും അല്ലാഹു സാക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ ആളുകളും അർഹിക്കുന്ന രൂപത്തിലുള്ള പ്രതിഫലം മരണാനന്തര ജീവിതത്തിൽ അവർക്ക് നൽകുകയും ചെയ്യുമെന്ന വ്യക്തമായൊരു താക്കീത് കൂടിയാണ് 53-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിലുള്ളത്. അല്ലാഹു എല്ലാറ്റിനും സാക്ഷിയാണ് എന്നത് വിശ്വാസികൾക്ക് ആശ്വാസമാണ്. പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന പ്രബോധകന്മാർക്ക് ആശ്വാസമാണ്. മുസ്ലിമീങ്ങളായി എന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ആശ്വാസമാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് അത് ആശ്വാസമാണ്. അതേസമയത്ത് ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന, മുസ്ലിമീങ്ങളെ അന്യായമായി ഉപദ്രവിക്കുന്ന, സത്യനിഷേധം കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ഒരു അല്ലാഹു സാക്ഷിയാണ് എന്ന വാക്ക് ഒരു താക്കീതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശേഷം 54-ാമത്തെ ആയത്ത്, ഇത് ഈ അദ്ധ്യായത്തിലെ അവസാനത്തെ ആയത്താണ്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലാ ഇന്നഹും ഫീ മിർയതിൻ മിൻ ലിഖാഇ റബ്ബിഹിം അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്. അല എന്നാൽ അറിയുക, ഇന്നഹും തീർച്ചയായും അവർ, അഥവാ സത്യനിഷേധികൾ, ഫീ മിരിയത്തിൻ അവർ സംശയത്തിലാണ്, മിൻ ലിഖാഇ റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച്. മിരിയ എന്ന് പറഞ്ഞാൽ സംശയം, ഷക്ക്. മിൻ ലിഖാഇ റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച്. ലഖിയ യൽഖാ ലിഖാഅൻ കണ്ടുമുട്ടുക, ലഖിയ യൽഖാ ലിഖാഅൻ കണ്ടുമുട്ടുക. ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ. മിൻ ലിഖാഇ റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് അവർ
സംശയത്തിലാണ്. അല അറിയുക, ഇന്നഹു തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ബികുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെയും മുഹീത്തുൻ അവൻ ആവരണം ചെയ്തിരിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇഹാത്തത്ത് അവൻ ആവരണം ചെയ്തിരിക്കുന്നു. അഹാത്ത യുഹീത്തു ഇഹാത്ത ആവരണം ചെയ്യുക, അതല്ലെങ്കിൽ ആളുകളുടെ മേൽ എല്ലാ നിലക്കുമുള്ള കൺട്രോൾ ഉണ്ടാവുക, എല്ലാവരെയും ഭരിക്കുന്ന, അവരെ എല്ലാവരുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്ന അവസ്ഥ. അതിനാണ് അഹാത്ത യുഹീത്തു ഇഹാത്ത എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന മുഹീത്താകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ ഈ പറഞ്ഞ അധ്യായമടക്കമുള്ള വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, തൗഹീദിനെ സംബന്ധിച്ച്, എല്ലാ നന്മകളെ സംബന്ധിച്ചും, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും, സ്വർഗനരകത്തെ സംബന്ധിച്ചും, നന്മ തിന്മകളെ സംബന്ധിച്ചും തുടങ്ങി മനുഷ്യർക്ക് ഇഹപര വിജയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ വേദഗ്രന്ഥത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഉണ്ട് എന്നതിനും, അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ സ്രഷ്ടാവ് എന്നതിനും, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ സ്വർഗനരകങ്ങളുണ്ട് എന്നതിനും ബുദ്ധിയുള്ള, തെളിഞ്ഞ ബുദ്ധിയുള്ള, വിവേകമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ വിശദീകരണങ്ങളും നമുക്ക് പരിശുദ്ധ ഖുർആനിലും കാണാം. പിന്നീട് അതിൻ്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലും കാണാം. എന്നിട്ടും ഇതിനെയെല്ലാം നിഷേധിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും അവഗണിക്കുകയും ഇതെല്ലാം കെട്ടുകഥകളാണ്, ഒരാവശ്യവുമില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുന്ന ആളുകൾ സത്യത്തിൽ അവർ വലിയ സംശയത്തിലാണ്. അവർക്കൊരു യഖീന് വന്നിട്ടില്ല, അവർക്കൊരു അറിവ് വന്നു കിട്ടിയിട്ടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല അറിയുക, ഇന്നഹും തീർച്ചയായും അവർ ഫീ മിരിയത്തിന് സംശയത്തിലാണ് മിൻ ലിഖാഇ റബ്ബിഹിം അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഉറപ്പ് വരുന്നില്ല, അവർക്ക് ബോധ്യം വരുന്നില്ല, തെളിവുകൾ അവർക്ക് പര്യാപ്തമാകുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല നിങ്ങൾ അറിയുക, നിങ്ങൾ സംശയത്തിലായിക്കോളൂ, പക്ഷേ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനെയും ആവരണം ചെയ്തുകൊണ്ട്, ഇവിടെ ആവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുകയും എല്ലാവരെയും കാണുകയും എല്ലാവരുടെ ഹൃദയങ്ങളിലുള്ളതും അവരുടെ പ്രവർത്തനങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വലയം ചെയ്യുന്നു എന്നാണ്. വലയം ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവരെ ആവരണം ചെയ്യുന്നു എന്നോ അവരെ വലയം ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല 7 ആകാശങ്ങളുടെയും മേലെ അർഷിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു അർഷിലാണ്. അപ്പോൾ പിന്നെ അല്ലാഹു വലയം ചെയ്യുക, അല്ലാഹു ആവരണം ചെയ്യുക, അല്ലാഹു നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കേൾവി കൊണ്ടും അവൻ്റെ കാഴ്ച കൊണ്ടും അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും അവൻ്റെ അധികാരം കൊണ്ടും അവൻ്റെ പ്രതാപം കൊണ്ടും അവന് സൃഷ്ടികളെ അഖിലവും അവനെ വലയം ചെയ്തിരിക്കുന്നു. ആർക്കും അവനിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക സാധ്യമല്ല. അവനിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഓടിയൊളിക്കാൻ ഒരാൾക്കും കഴിയില്ല. അവൻ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു എന്നാണ് 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള താക്കീതാണത്, അതോടൊപ്പം വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയുമാണ്. അങ്ങനെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിൽ 54 ആയത്തുകളുള്ള ഈ ഒരു അധ്യായം, ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് ചെയ്താൽ അടുത്ത ദർസിൽ ഈ അധ്യായത്തെ മൊത്തത്തിൽ, ഈ അധ്യായത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് ചെയ്താൽ. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പ്രധാനമായും ഒന്ന് തൗഹീദിലും, മറ്റൊന്ന് ആഖിറത്തിലും, മൂന്നാമത്തത് റിസാലത്തിലും, ഈ 3 അടിസ്ഥാന തത്വങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാണാം. അതേപോലെ തന്നെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ സൽക്കർമ്മങ്ങളടക്കമുള്ള എല്ലാ വിഷയങ്ങളും അതിൽ ബന്ധപ്പെടുന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും റിസാലത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒട്ടുമിക്ക അധ്യായങ്ങളിലും. ഈ 3 കാര്യങ്ങളും വിശദീകരിച്ചത് കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ അധ്യായങ്ങളാണെങ്കിൽ ഒന്നുകിൽ തൗഹീദ്, അല്ലെങ്കിൽ ആഖിറത്ത്, അല്ലെങ്കിൽ റിസാലത്ത്, ഇത് പറഞ്ഞതായി കാണാം. മൊത്തത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതാണ്.
അതിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അതിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ, അതേപോലെ തന്നെ സംസ്കാരം, പെരുമാറ്റം എല്ലാം ഉൾക്കൊള്ളുന്നു പരിശുദ്ധ ഖുർആൻ. അതിലെ ഓരോ അധ്യായങ്ങൾ പഠിച്ചാൽ തന്നെ അത് വളരെ വലിയ ഒരു ജീവിതത്തിലെ വഴികാട്ടിയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖോടുകൂടി നമുക്ക് ഈ അധ്യായത്തിലെ ഓരോ ആയത്തുകൾ പഠിക്കാൻ സാധിച്ചു. ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക്. ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി സാക്ഷ്യം പറയും, അല്ലെങ്കിൽ നിനക്കെതിരായി സാക്ഷ്യം പറയും. ഇത് രണ്ടും സംഭവിക്കും. ഖുർആൻ അനുകൂലമായി മാത്രമല്ല സാക്ഷ്യം പറയുക, മഹ്ശറിൽ നമുക്കെതിരിൽ ഖുർആൻ സാക്ഷ്യം പറയും. അതെങ്ങനെയാണ്? അത് സ്വഹാബികൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഖുർആൻ പഠിച്ചതനുസരിച്ച് ജീവിക്കുന്നവനാരോ അവൻ അനുകൂലമായി ഖുർആൻ സാക്ഷ്യം പറയും. എന്നാൽ ഖുർആൻ പഠിച്ചിട്ടും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരാരോ അവർക്കെതിരായും ഖുർആൻ സാക്ഷ്യം പറയും. അതുകൊണ്ട് നാളെ മഹ്ശറിൽ നമുക്കെതിരായി ഖുർആൻ സാക്ഷ്യം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് നമുക്ക് അനുകൂലമായി ഖുർആൻ ശഫാഅത്ത് പറയണം. അതിനെന്ത് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മൾ പഠിച്ച ഓരോ അധ്യായങ്ങളും അതിലെ ഓരോ ആയത്തുകളും അതിലെ ആശയങ്ങളനുസരിച്ച് നാം ജീവിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അത് എത്തിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ഖുർആനിന് അനുരൂപമായ ഒരു ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും ഖുർആൻ നമുക്ക് അനുകൂലമായി ശഫാഅത്ത് പറയും, ഇല്ലെങ്കിൽ അത് നമുക്കെതിരായി വാദിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.